മലേഷ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. 2026 ഡിസംബർ വരെ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 15K ഡബിൾ സൈഡ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. കുറച്ച് മുമ്പ് ബുക്ക് ചെയ്താൽ മതി. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. കൊച്ചി ടു കൗലാലംപൂർ ട്രിപ്പ് ഓവയുടെ പാക്കേജ് വഴിയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ എയർപോർട്ടിലെത്തിയ ശേഷം അവിടുന്ന് ഒരു മലേഷ്യൻ സിം എടുത്തു. ഏകദേശം നാട്ടിലെ 1100 രൂപ, മലേഷ്യൻ 55 റിങ്കറ്റ്. പുറത്തിറങ്ങിയപാട് ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോടനെ ഞങ്ങൾ പോയത് KL ബേർഡ്സ് പാർക്കിലേക്കാണ്. ഏകദേശം 21 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാർക്കാണ്. KL ബേർഡ്സ് പാർക്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. നമ്മൾ 4 നൈറ്റ് 5 ഡേ പാക്കേജാണ് ചൂസ് ചെയ്തത്. അതിൽ 3 നൈറ്റ് നമ്മൾ ഈ ഹോട്ടലാണ് സ്റ്റേ. കൗലാലംപൂർ മാത്രം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ 3 നൈറ്റ് 4 ഡേ മതിയാകും. ഞങ്ങൾ തിരിച്ചു വരേണ്ട ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഒരു ദിവസം എക്സ്ട്രാ സ്റ്റേ എടുത്തതാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ഡേ ഉണ്ടെങ്കിൽ ലങ്കാവി ചൂസ് ചെയ്യാം. അറൗണ്ട് 2K ഒക്കെ ഫ്ലൈറ്റ് അവൈലബിൾ ആണ് കൗലാലംപൂർ ടു ലങ്കാവി. ഞങ്ങൾ നോക്കിയ സമയത്ത് 5K ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ലങ്കാവി ക്യാൻസൽ ചെയ്തതാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. 3 നൈറ്റ് നമ്മൾ 3 സ്റ്റാറും 1 നൈറ്റ് 4 സ്റ്റാറാണ് ചൂസ് ചെയ്തത്. അങ്ങനെ റൂമിലെത്തി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നൈറ്റ് ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ പോയത് ബാട്ടു കേവ്സിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൽ ഇൻക്ലൂഡാണ്. പല നിറങ്ങളിലായി ഏകദേശം 272 സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളത്. അങ്ങനെ അവിടെ നേരെ പോയത് ജെൻഡിങ് ഹൈലൻഡിലേക്കാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല കോടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കേബിൾ കാറിലേക്കാണ്. കേബിൾ കാർ വഴിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ജെൻഡിങ് ഹൈലൻഡ് എന്നാൽ ഒരു മലമുകളിലെ ഏരിയയാണ്. അവിടെ ഷോപ്പിംഗ് മാളും അതുപോലെ തന്നെ തീം പാർക്കൊക്കെയാണ്. നമ്മൾ കേബിൾ കാർ വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഏകദേശം 15 മിനിറ്റോളാണ് അങ്ങോട്ടേക്കുള്ള റൈഡ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ബസ്സുകൾ ഉണ്ടാവുക. ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ് ഇങ്ങോട്ടേക്ക്. അങ്ങനെ ജെൻഡിങ് ഹൈലൻഡ് വിസിറ്റ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് റൂമിലെത്തി. അങ്ങനെ നൈറ്റ് ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് പോയി. Bukit Bintang. അങ്ങനെ ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം നേരെ ചൈന ടൗൺ പെറ്റാലൻ സ്ട്രീറ്റിലേക്ക് പോയി. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഏരിയയാണ്. വേണ്ടവർക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാം. ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സെൻട്രൽ മാർക്കറ്റ്. ഞങ്ങൾ എവിടേക്ക് പോയിട്ടില്ല. ഞങ്ങൾ പിന്നെ പോയത് ക്വൈച്ചായ് ഹോങ്ങിലേക്കാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയയാണ്.
അങ്ങനെ ഈവനിങ് ആയപ്പോൾ KLCT ടൂറിന് വേണ്ടി ഡ്രൈവർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടായ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയി. അങ്ങനെ നേരെ KLCCയിലേക്ക് പോയി. അവിടുന്ന് സൂര്യ മാളൊക്കെ വിസിറ്റ് ചെയ്ത് KLCC വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ പെട്രോണ ടിൻ ടവർ പോയി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ പാടെ ഉടനെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴ കാരണം ഇന്നത്തെ സിറ്റി ടൂർ പിറ്റേത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഓൾറെഡി നമുക്ക് 4th ഡേ ഫ്രീ ആയിരുന്നു. അങ്ങനെ 4th ഡേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നു 3 സ്റ്റാർ ടു 4 സ്റ്റാറിലേക്ക്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മളെ റൂം. അങ്ങനെ ഈവനിങ് നമ്മൾ സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങി. ഫസ്റ്റ് പോയത് കിങ് പാലസ്. അങ്ങനെ അവിടുന്ന് നാഷണൽ മോണുമെൻറ്റ്, പിന്നെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നിവിടങ്ങളിലൊക്കെ പോയി. അങ്ങനെ അവിടുന്ന് KL ടവറിലേക്ക് പോയി. നല്ല മഴ കാരണം അവിടുന്ന് ഫോട്ടോ എടുക്കാനും മുകളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. അങ്ങനെ നൈറ്റ് ആയപ്പോൾ റൂമിലെത്തി. അങ്ങനെ പൂളിലേക്ക് ഇറങ്ങി. ഈ ഒരു വ്യൂലുള്ള ഇൻഫിനിറ്റി പൂള്, ഈ ഒരു പൂളിന് വേണ്ടിയാണ് 4 സ്റ്റാർ റൂം എടുത്തത്. അങ്ങനെ ഡേ 5 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വീണ്ടും പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ 12 മണിയായപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ പോയത് സലോമ ബ്രിഡ്ജ് കാണാനാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ പോയത് KLCC അക്വേറിയത്തിലേക്കാണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽപ്പെട്ട ഒന്നാണ് KLCC അക്വേറിയം. ഇതുവരെ കാണാത്ത ഒരുപാട് തരം വിചിത്രമായ ജീവികളൊക്കെ ഉള്ള ഒരു അക്വേറിയമാണ്. അങ്ങനെ KLCC അക്വേറിയം വിസിറ്റ് ചെയ്തതിനു ശേഷം നേരെ പോയത് പുത്ര മസ്ജിദിലേക്കാണ്. അങ്ങനെ പുത്ര മസ്ജിദൊക്കെ കണ്ട് അവിടെ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഇതോടുകൂടി മലേഷ്യൻ ട്രിപ്പ് അവസാനിച്ചു. ഒരു 3 നൈറ്റ് 4 ഡേ ഒക്കെ ഉണ്ടെങ്കിൽ മലേഷ്യയിലെ കൗലാലംപൂർ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്ട്രാ ഡേ ഉണ്ടെങ്കിൽ കാമറോൺ ഹൈലൻഡ്, മലാക്ക ട്രിപ്പ്, ലങ്കാവി ഇതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ട്രാവൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.